അപ്പോൾ ഇന്നലെ നടന്ന ഒരു കാര്യത്തിൽ വിജയ് മുങ്ങി ഒളിച്ചോടി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം പോലീസിന് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് അത്രയും ഉണ്ടാകുമ്പോൾ വിജയ് എന്ന് പറയുന്ന താരം അവിടെ നിന്ന് മാറിയാലേ കുറച്ചെങ്കിലും ആ ഒരു ക്രൗഡ് അത് ശാന്തമാകത്തുള്ളൂ. അപ്പോൾ വിജയ് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു അപായങ്ങളുടെ മരണങ്ങളുടെ അല്ലെങ്കിൽ പരുക്കുകളുടെ എണ്ണം കൂടുമെന്ന് പുള്ളിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് വിജയ് അവിടെ നിന്ന് മുങ്ങിയത്. അണികൾ ഉണ്ടാവുക, ആരാധകരുണ്ടാവുക, അവർ സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു നായകനായ ഒരാളെ കാണുക എന്നൊക്കെ പറയുന്നത് അയാൾ പുറത്തും സ്വന്തം സിനിമകളിലൂടെ കൂടി പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിലാണല്ലോ. ഇപ്പൊ വിജയുടെ സിനിമകൾ രാഷ്ട്രീയമായി നടത്തിയ പ്രതികരണങ്ങളുടെ പേരിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് പോലും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വിജയ് ഇങ്ങനെ പ്രവർത്തിക്കും എന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? സാധാരണഗതിയിൽ വിജയ് കഴിഞ്ഞ കുറേ സിനിമകളായി രക്ഷകനായിട്ടാണല്ലോ അവതരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവിടെ ഉണ്ടാവുക എന്നൊന്നെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ? അല്ല, ഞാനിപ്പോൾ ആദ്യമേ തന്നെ പറയാം, കഴിഞ്ഞ വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന സംഘടന തുടങ്ങിയിട്ട് ഏകദേശം 22 വർഷങ്ങളോളം 2007 തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന ഒരു താരം പല മീറ്റിങ്ങുകളും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വിളിച്ച് പറയുമ്പോൾ ഫാൻസ് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ അതിപ്പോൾ രാഷ്ട്രീയത്തിൽ വരും എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചറിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം, എന്നെ വളർത്തിയ മക്കൾക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം പുള്ളി പല ആൾക്കാരുമായിട്ട് പറഞ്ഞായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അത് ബിസിയാനൻ സാർ വഴിയും അല്ലാതെ നമ്മൾ അറിയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ നടന്ന ഒരു കാര്യത്തിൽ വിജയ് മുങ്ങി ഒളിച്ചോടി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കാരണം പോലീസിന് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ക്രൗഡ് അത്രയും ഉണ്ടാകുമ്പോൾ വിജയ് എന്ന് പറയുന്ന താരം അവിടെ നിന്ന് മാറിയാലേ കുറച്ചെങ്കിലും ആ ഒരു ക്രൗഡ് അത് ശാന്തമാകത്തുള്ളൂ. അപ്പോൾ വിജയ് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു അപായങ്ങളുടെ മരണങ്ങളുടെ അല്ലെങ്കിൽ പരുക്കുകളുടെ എണ്ണം കൂടുമെന്ന് പുള്ളിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് വിജയ് അവിടെ നിന്ന് മുങ്ങിയത്. പിന്നെ വരാൻ താമസിച്ചു എന്ന് പറഞ്ഞു 3 മണി മുതൽ 10 മണി വരെയാണ് പെർമിഷൻ കിട്ടി എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ 8:45 വിജയ് എന്ന് പറയുന്ന ഒരാൾ ഫ്ലൈറ്റ് കയറുകയും ചെയ്തു. അപ്പോൾ എത്താൻ താമസിച്ചതെന്ന് പറയുന്നത് അത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ടാണ്. ആദ്യമത്തെ പരിപാടിക്ക് 3ാമത്തെ സ്ഥലത്തിലോട്ട് പോകുമ്പോൾ പോലീസ് അവിടെ പോകാൻ പറ്റില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. അതായത് ഒന്ന്, ഇപ്പൊ കരൂരിൽ തുടരുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ മീറ്റിംഗ് നടക്കുന്നിടത്ത് തുടരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പക്ഷെ ആശുപത്രിയിലേക്ക് എത്താൻ കഴിയും. തന്നെ കാണാൻ വന്നതാണല്ലോ, തൻ്റെ പേരിൽ ആണല്ലോ, ആ ഒരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ആശുപത്രിയിലേക്ക് വരാൻ കഴിയും. അവിടെ മുഴുവൻ നിങ്ങളുടെ ഈ പറയുന്ന ഫാൻസ് ക്ലബിൻ്റെയോ അല്ലെങ്കിൽ TV-യുടെ ഒക്കെ തന്നെ സംവിധാനം ഉപയോഗിച്ച് ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കാൻ കഴിയും. ഇന്നത് ചെയ്യണം എന്നുള്ളത് പറയാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഒരുപക്ഷെ വിജയ് ഇന്നലെ ആ രീതിയിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ വിമർശനം പോലും ഏറ്റെടുക്കേണ്ടി വരുമായിരുന്നില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. അല്ല, ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ സാർ പോകുന്നതും ഉദയനിധി പോകുന്നതും വിജയ് പോകുന്നതും ഒരുപോലെയല്ല. അവർ രണ്ടുപേരും പോകുമ്പോൾ അത്രയും ക്രൗഡ്, അതിനേക്കാൾ ക്രൗഡും ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ ക്രൗഡും ആ ഹോസ്പിറ്റൽ വശത്ത് വരുന്നുണ്ടാവാം. ആ പ്രശ്നത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ വിജയ് സാർ ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള ഒരു പെർമിഷൻ പോലും ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും വിജയ് സാർ ആ സ്പോട്ടിൽ പോകുമ്പോൾ അവിടെ ക്രൗഡ് കൂടും, വീണ്ടും അപകടം നടക്കും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് വിജയ് സാറിന്റെ കടമയാണ്. എങ്കിലും വീട്ടിലേക്ക് ചെന്നൈയിലേക്ക് തിരികെ പോകുക എന്ന് പറയുന്ന കാര്യമല്ലേ ഇത്രയധികം വിമർശനങ്ങൾ വരുത്തി വെച്ചത്? ആ ലൊക്കാലിറ്റിയിൽ തുടരാമല്ലോ. അല്ല, അവിടെ നിന്ന് മാറേണ്ടത് ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ഇപ്പോൾ പിന്നെ വീണ്ടും അപകടം കൂടാതിരിക്കാൻ നോക്കേണ്ടത് വിജയ് എന്ന് പറഞ്ഞ ഒരാളുടെ കടമയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള വീട്ടിലേക്ക് പോകുന്നത് പ്രശ്നങ്ങളുടെ ദുരൂഹത അറിഞ്ഞിട്ട് അവിടെ എന്ത് നടത്താം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത്രയും വലിയൊരു ആള് കാരണം ഈ പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മുൻപ് പോലും കോടതിയിലേക്ക് പോവുകയും സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ആ വഴിക്കുള്ള ഈ പാർട്ടിയുടെയോ തന്റെയോ സുരക്ഷയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഈ പറയുന്ന എയർപോർട്ടിലേക്ക് 2 എയർപോർട്ടിലേക്കും ചെല്ലുന്നുണ്ട്, പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. തമിഴകത്തെ മാധ്യമങ്ങളാണ്. അവരോട് സംസാരിക്കാം, ഇങ്ങനെയൊന്നും ഉണ്ടായി, എന്ത് സർക്കാരിന് വീഴ്ച വന്നു എന്നതുപോലും വേണമെങ്കിൽ പറയാം. ഇതൊന്നും പറയാതെ ആ സമയത്ത് അദ്ദേഹം വളരെ സുരക്ഷിതനായി തിരികെ പോയി ഒരു പ്രതികരണം പോലും സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പോലും നടത്താതെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തതിന് ശേഷം എൻ്റെ ഹൃദയം നുറുകുന്നു എന്നൊരു വരി എഴുതിയിട്ട തമിഴ് ജനത ക്ഷമിക്കുമോ?
അല്ല, അതിനുള്ള പ്രതികരണമായിട്ട് വിജയ് സാർ മുമ്പിൽ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അപ്പം തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇത് അത് നമുക്കറിയാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടനം ഉറപ്പായിട്ട് ഉടനെ തന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് പ്രസ് മീറ്റ് വിളിച്ച് വരുത്തും എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ പ്രതികരണം ഉടനെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ ഉടനെ തന്നെ പുള്ളിയെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പുള്ളി പ്രതികരിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും വിപത്തുണ്ടായി, പുള്ളിനെ അത്രയും കുറ്റപ്പെടുത്തുമ്പോൾ പുള്ളി അവിടെ മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ മീഡിയസിനെ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രതികരണം വീണ്ടും അറിയിക്കും. ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടി തുടങ്ങുമ്പോൾ റൂമിലിരുന്ന് നടത്തുന്നു, വർക്ക് ഫ്രം ഹോമാണ്, പുറത്തിറങ്ങുന്നില്ല, ഇതാണോ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയ് എന്ന് പറയുന്ന ആൾ പുറത്തിറങ്ങിയാലും പ്രശ്നമാണ്, വീട്ടിലിരുന്നാലും പ്രശ്നമാണ്. ഇപ്പോൾ ഈ പറയുന്ന അതേ സെയിം ആൾക്കാർ തന്നെയാണ് വീട്ടിലിരുന്നിട്ട് എന്താണ് ജനങ്ങളെ കാണണം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം, അത്രയും നേരിട്ട് സംസാരിക്കണം, പറ്റുമോ വിജയ്ക്ക് എന്ന് ചോദിച്ച അതേ ആൾക്കാർ ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വിജയ് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനുള്ള സുരക്ഷ കൊടുക്കാതെ ഇത്രയും അപകടം ഉണ്ടായി. ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ട ഒരാളാണത്. കാരണം രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് വിജയ് എന്ന് പറയുന്ന ഒരാൾ ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി അത്രയും ക്രൗഡുകൾ കണ്ട് വളർന്ന ഒരാളാണ്. നേരത്തെ ഒരു സാറ് പറഞ്ഞു ക്രൗഡിനെ മാനേജ് ചെയ്യാൻ വിജയുടെ അണികൾക്ക് പറ്റിയില്ല എന്നുള്ളത്. ഈ പറയുന്ന അതേ പാർട്ടി തന്നെയല്ലേ 2 മാനാട് നടത്തിയത്. അന്ന് ഈ പറയുന്നതിൻ്റെ 40-40 ഇരട്ടി ആൾക്കാരുണ്ടായിട്ടും ആ 2 പരിപാടിയും വളരെ നന്നായിട്ട് കഴിഞ്ഞു. അത് ചോദിച്ച സ്ഥലം കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ഥലവും ഈ സ്ഥലവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അപ്പോൾ അത്രയും ആൾക്കാർക്കിലോട്ട് ചുരുങ്ങുമ്പോൾ പോലീസിന് പോലും പിഴവ് പറ്റി. അപ്പോൾ എങ്ങനെ വിജയുടെ കൂടെ നിൽക്കുന്ന അണികൾക്ക് അത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസിന് വീഴ്ച പറ്റുമ്പോൾ സാധാരണക്കാരായ വിജയുടെ കൂടെ നിൽക്കുന്ന അണികൾ എങ്ങനെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും? അപ്പോൾ അത്രയും അണികൾ തന്നെയല്ലേ ഈ 40-25 ലക്ഷം ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്തതും 2 മാനാട് നടത്തിയതും അതേ പാർട്ടി തന്നെയാണ്. എപ്പോൾ നിൽക്കാൻ പറ്റില്ല. 2 റാലികൾ നിങ്ങൾ നടത്തിയപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രീതികൾ മാറ്റണം. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള മാത്രമല്ല ആ സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രാവിലെ പ്രതിഷേധത്തിൽ പറഞ്ഞതിൽ ഞാൻ ഇടപെട്ടത് അപ്പോഴാണ്. 8:45 അവിടെ റാലി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ചെന്നൈയിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. അതിലൊരു കമ്മിറ്റ്മെന്റിന്റെ വലിയ പ്രശ്നം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ കാത്തുനിൽപ്പ് 3 മണി മുതൽ 10 മണി വരെയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. 3 മണിക്ക് അവിടെ എത്തണമെങ്കിൽ രാവിലെ 3 മണി മുതൽ 10 മണിയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. 8:45 അവിടെ റാലി നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. 8:45 തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 10 മണിക്കൂറോളം താമസിച്ചാണ് അവിടെ ആ റാലി നടത്തുന്നത്. ഇനി ഈ 3:45 മണി നിങ്ങളുടെ ഇപ്പൊ അവകാശപ്പെടുന്നത് പോലെ തന്നെയാണ് എങ്കിൽ പോലും 3 മണിക്കാണെങ്കിൽ പോലും അപ്പോഴും ഇത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അതാ പറഞ്ഞ ആ ക്രൗഡ് കാരണമാണ് പുള്ളിക്ക് എത്താൻ കഴിയാത്തത്. അതേപോലെ തന്നെ ഫസ്റ്റ് ഈ പറയുന്ന ക്യാമ്പയിൻ നടത്തുമ്പോൾ 3ാമത്തെ ഒരു സ്ഥലത്ത് പോകാൻ അനുവാദമില്ല, അതിൽ ഇപ്പം പോകണ്ട എന്നുള്ളത് ക്രൗഡാണ്, അത്രയും സാർ അവിടെ പോയപ്പോൾ പറ്റില്ല എന്ന് പറയുന്ന വിജയിനോട് പോലീസുകാർ നിർദ്ദേശപ്പെട്ടിട്ടുണ്ട്. അത് വിജയ് സാർ അനുസരിച്ച് കൊണ്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും ക്രൗഡ് കഴിഞ്ഞ് വിജയ് സാറിന് എത്താൻ കഴിയാത്തത് ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ലേറ്റ് ആയത്. ഫസ്റ്റ് പരിപാടിക്ക് 3ാമത്തെ പ്ലേസിലോട്ട് പോകാൻ കഴിഞ്ഞില്ല, അത് ക്രൗഡ് കാരണമാണ്. ഇന്നലത്തെ പരിപാടിക്കും എത്താൻ താമസിച്ചത് ക്രൗഡ് കാരണമാണ്. പ്രതീക്ഷ ഒരു പ്രോബ്ലം എന്താ അറിയോ? വിജയ് അങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ അത് സ്റ്റാലിനോ ഉദയനിധി നടത്തുന്ന പോലെ അല്ല. ഇവരൊന്നും ശരിയല്ല എന്നും ഇവർ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് തോന്നും, മക്കളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് 8 മണി തൊട്ടേ നമുക്ക് ഇവിടെ CPM-ന്റെ പരിപാടി തുടങ്ങും 4 മണിക്കാണെങ്കിൽ പോലും 10 മണി തൊട്ടേ വണ്ടികൾ വന്നു തുടങ്ങും, ആളുകൾ വന്നു തുടങ്ങും. അപ്പോൾ 8 മണി തൊട്ടേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് വെള്ളം എത്തിച്ച കാര്യങ്ങൾ അവരെ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ചിരുത്തുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതായിരുന്നു. അവിടെയാണ് പൊളിറ്റിക്കലായിട്ട് സംഘടനാപരമായിട്ട് നിങ്ങൾ പരാജയപ്പെടുന്നത്. അതാണ് കാര്യം. അത് വിജയുടെ ഭാഗത്ത് ഞാൻ ഉൾപ്പെടെ ഞാൻ വിജയ് ക്രിട്ടിക്കല്ല, ഞാൻ വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അജിത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായത് വലിയൊരു വീഴ്ചയാണ്. അതിൽ നിങ്ങൾ DMK-യിലെ കുറ്റം വന്ന് അവർ ചിലപ്പോൾ ശ്രമിച്ചു എന്നൊക്കെ വരും. അവർ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഇനി ഉണ്ടാകുന്ന 2 റൈവൽസാണ് അവിടെ. ഒന്ന് വിജയ് ആണ്, 2 അണ്ണാമലയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ശ്രമിച്ചു എന്നൊക്കെ വരും. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടിയിരുന്നു, മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടിയിരുന്നു. അത് കണ്ടില്ല നമ്മൾ. വാക്കുകൾ മാത്രമായി പോയെന്ന് എനിക്കിപ്പം തോന്നുന്നത്. അല്ല, അതാ പറഞ്ഞത് മക്കളോടുള്ള സ്നേഹം. ഹലോ, പ്രതീക്ഷ കേൾക്കാം. ഹലോ, അതാ പറയുന്നത് മക്കളോട് സ്നേഹം കാണിക്കണം. അതിപ്പം നാളെ ആകാം, ഇപ്പം ഇനി വരുന്ന ദിവസങ്ങളിലാകാം. ഒരു പ്രസ് മീറ്റ് വിളിച്ച് പുള്ളിക്ക് പറയേണ്ടത് എന്താണ്, പുള്ളിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അവകാശപ്പെടുന്നത് പോലെ വിജയ് വന്ന് പ്രതികരിക്കണം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. 40 പേർ മരിക്കുന്നു. 40 പേർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പോലെ ഒരു സാഹചര്യത്തിൽ 40 എവിടെയാണെങ്കിലും 40 കുടുംബങ്ങളാണ്. വളരെ അടിസ്ഥാനപരമായ ജീവിത സാഹചര്യങ്ങളുള്ള മനുഷ്യരാണ് അവിടെ. ഇപ്പം നേരത്തെ
നേരത്തെയൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകൾ പോലും കാണിച്ചു തരുന്നുണ്ട് ആ മനുഷ്യരുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള മനുഷ്യരുടെ ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന പ്രിവിലേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയതാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനഷ്ടത്തിന് മുന്നിൽ മൗനം പാലിക്കാനുള്ള അവകാശം, പ്രിവിലേജ് അദ്ദേഹത്തിന് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.